ഉടങ്ങാനം വെച്ചേച്ചു പോ. ചേട്ടന്റെ വാക്കുകളിൽ നിറയെ അസംതൃപ്തി. സഹോദരൻ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. കടം വാങ്ങിയ കുട തിരിച്ചേൽപ്പിക്കാൻ വന്നതാണ്. തലേ രാത്രിയിൽ നല്ല മഴയായിരുന്നു. ദീനമുള്ള കുഞ്ഞിന് ഒരു മരുന്ന് ആവശ്യമായി വന്നു. മെഡിക്കൽ ഷോപ്പിലേക്ക് കുറെ ദൂരം പോകണം. കയ്യിൽ ഒരു വണ്ടിയില്ല, ഒരു കുട പോലുമില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന ചേട്ടനോട് ചെന്ന് കാര്യം പറഞ്ഞു. കൂടെ വരാനൊന്നും എനിക്ക് വയ്യ, വേണമെങ്കിൽ ഒരു കുട തരാം, ഇന്ന് തന്നെ മടക്കിത്തരണം, ചേട്ടൻ പറഞ്ഞു. അനിയൻ തലയാട്ടി കുടയും മേടിച്ച് ശക്തമായി പെയ്യുന്ന ആ രാത്രി മഴയിൽ അയാൾ ഒറ്റയ്ക്ക് മരുന്ന് വാങ്ങുവാൻ വേഗത്തിൽ നടന്നു. മരുന്നും വാങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും രാത്രി നന്നേ താമസിച്ചിരുന്നു. കുട തിരിച്ചേൽപ്പിക്കുവാൻ രാവിലെയാണ് എത്തിയത്. അപ്പോഴാണ് ചേട്ടൻ അസംതൃപ്തി പ്രകടിപ്പിച്ചത്. അവിടെങ്ങാനും വെച്ചു പോ എന്ന്. കയ്യിലിരുന്ന കുട അവിടെ ഒരു മൂലയിൽ കുത്തിച്ചാരി വെച്ചു നന്ദിയും പറഞ്ഞ് അയാൾ മുടങ്ങി. ചേട്ടൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആ രാത്രി മഴയിൽ ദൈവം അവൻ്റെ സഹയാത്രികൻ ആയിരുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല. ദൈവത്തെപ്പോലെ കൂടെ നടക്കാൻ ചേട്ടന് ഒരു അവസരമുണ്ടായിരുന്നു. അയാൾ അത് തുലച്ചു. നോമ്പ് സഹനമുള്ളതാവട്ടെ, സാഹോദര്യത്തിനാവട്ടെ.